everyone, welcome back to X and Y Learning. അപ്പോൾ CM Kids Scholarship 2026-ൻ്റെ ഭാഗമായിട്ട് സോഷ്യൽ സയൻസിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്, ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ടുഡേ ഈസ് പാർട്ട് 17 ഓഫ് അവർ സോഷ്യൽ സയൻസ് സെഷൻ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കിയാലോ. Which is the most abundant gas in the atmosphere? വെരി ഈസി ക്വസ്റ്റ്യൻ അല്ലേ, എല്ലാവർക്കും അറിയാം. എന്താണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഗ്യാസ് ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ് മക്കളെ? ഓക്സിജൻ ആണോ, കാർബൺ ഡൈ ഓക്സൈഡ് ആണോ, നൈട്രജൻ ആണോ, ഹൈഡ്രജൻ ആണോ? വളരെ ഈസിയാണ്. ഏതാണ്? നൈട്രജൻ ആണ് അല്ലേ. നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഗ്യാസ് ഏതാണ്? നൈട്രജൻ ആണ്, ഓക്സിജൻ ഒന്നുമല്ല. അപ്പം നമുക്കൊന്ന് നോക്കിയാലോ. നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ 78% ഏതാ ഉള്ളത്? നൈട്രജൻ ആണ് ഏറ്റവും കൂടുതൽ അല്ലെ, പകുതിയേക്കാൾ കൂടുതൽ, മുക്കാലും 75% അല്ല 78% ഏതാണ്? നൈട്രജൻ ആണ് വരുന്നത്. അത് കഴിഞ്ഞ് 21% എന്തുള്ളൂ? ഓക്സിജൻ ഉള്ളൂ. നമ്മൾ ഇത്രയും മനുഷ്യർ ശ്വസിക്കുന്ന, ബ്രീത്ത് ചെയ്യുന്ന ഓക്സിജൻ 21% ഉള്ളൂ. അപ്പോൾ ഓൾറെഡി എന്തായി? 99% ആയി. ഇനി ബാക്കിയുള്ള 1%-ലേ എന്തുള്ളൂ? കാർബൺ ഡൈ ഓക്സൈഡും ആർഗണും വാട്ടർ വേപ്പറും മറ്റ് ഗ്യാസുകളും ഒക്കെ ഉള്ളൂ. അപ്പം ജസ്റ്റ് 1% മാത്രമേ എന്തുള്ളൂ? അതിലും കുറവാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ആക്ച്വലി ഈ ബാക്കിയുള്ള എല്ലാ ഗ്യാസുകളും കൂടെ കൂടിയിട്ടാണ് 1% വരുന്നത്. ഇത്ര കുറച്ചായിട്ട് പോലും നമുക്ക് ക്ലൈമറ്റ് ചേഞ്ചും ഗ്ലോബൽ വാർമിംഗ് ഒക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? ഈ ഒരു ബാക്കിയുള്ള ഈ ഒരു 1% കൊണ്ടാണല്ലേ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഏതാണ്? നൈട്രജൻ ആണ് കേട്ടോ. അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ് പെയേഴ്സ് ഫ്രം ദ ഫോളോയിങ്. അപ്പോൾ വീണ്ടും നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? 4 പെയേഴ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കിയിട്ട് ശരിയായത് ഏതാണ്, തെറ്റായത് ഏതാണ്? നമുക്ക് ചോദിച്ചിട്ടുള്ളത് കറക്റ്റ് പെയേഴ്സ് ആട്ടോ, ശരിയായിട്ടുള്ള. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എപ്പോഴും പറയുന്നതാണ്, കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ ചോദ്യം ചോദിച്ചിട്ടുള്ളത് എന്ന് നോക്കണം. കറക്റ്റ് പെയേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ 1 എന്താണ്? ബസവണ്ണ വീരശൈവ മൂവ്മെൻറ്റ്. ശരിയാണല്ലേ. വീരശൈവ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ആര്? ബസവണ്ണ. ഇനി അടുത്തതാര? അക്ക മഹാദേവി. അവർക്ക് തന്നിട്ടുള്ളത് കൃഷ്ണ ഭജനാസ് എന്നാണ് തന്നിട്ടുള്ളത്. അതായത് അവരെഴുതിയിട്ടുള്ളത് അല്ലെങ്കിൽ ഭജനാസ് അവർ ഏത് ഡയറ്റിയുമായിട്ട്, ഏത് ദൈവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്നാണ് ചോദ്യം. ചോദ്യമല്ല, ഓപ്ഷൻ തന്നിട്ടുള്ളത് കൃഷ്ണ ഭജനാസ് എന്ന് തന്നിട്ടുണ്ട്. ഗുരുനാനാക്ക് എന്താ തന്നിട്ടുള്ളത്? ലങ്കാർ തന്നിട്ടുണ്ട്. അതുപോലെ ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ എന്ത് തന്നിട്ടുണ്ട്? ദോഹാസ് എന്ന് തന്നിട്ടുണ്ട്. അപ്പം ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള പെയർ ഏതൊക്കെയാണെന്നൊന്ന് പറഞ്ഞേ വേഗം. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. അതായത് ബസവണ്ണ വീരശൈവ മൂവ്മെൻറ്റ് കറക്റ്റാണ്. ഗുരുനാനാക്ക് ലങ്കാർ കറക്റ്റാണ് അല്ലേ. അപ്പോൾ ബാക്കി ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ ദോഹാസ് അല്ല, അവിടെ എന്താ വരേണ്ടത്? ദർഗയാണ് കേട്ടോ. അടുത്തത് അക്ക മഹാദേവി. അക്ക മഹാദേവി 12th സെഞ്ച്വറിയിൽ ജീവിച്ചിരുന്നൊരു കന്നഡ പോയറ്റാണ്. പോയറ്റ് മാത്രമല്ല, ഒരു സെയിൻറ്റ് കൂടിയാണ്. ഓക്കെ, അവർ കൃഷ്ണ ഭജനാസ് അല്ല, അവർ റിലേറ്റ് ചെയ്തിട്ടുള്ളത് ശിവഭജനാസ് ആണ് കേട്ടോ. ഓക്കെ, അത് ലോർഡ് ശിവയുമായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അവർ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്. കൃഷ്ണഭക്തയല്ല, ശിവഭക്തയാണ്. ഓക്കെ, അപ്പോൾ 2ഉം 4ഉം തെറ്റാണ്. ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. 1 and 3 ആണ് എന്തായിട്ടുള്ളത്? കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് സെഷൻ. ടിൽ ദെൻ ബൈ.